ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എൻ്റെ ചാനൽ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഒരുപാട് നന്ദി. ഒരു 50 കൊല്ലമായിട്ടുള്ള സ്വപ്നമാണ് തലശ്ശേരി മാഹി ബൈപ്പാസ്. അതിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് ഈ മാഹിയിലെ റെയിൽവേ ഓവർബ്രിഡ്ജ്. അതിൻ്റെ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സൈഡിലെ ടാറിംഗ് വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. വടകരയിൽ നിന്നും കണ്ണൂരേക്ക് പോകുന്ന സൈഡിലെ ടാറിംഗ് വർക്കും കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഈ നാട്ടുകാർക്കൊരു വലിയ സന്തോഷവും ഉത്സവവുമാണ്. കാരണം 50 വർഷമായി സ്വപ്നം കാണുന്ന ഒരു പ്രൊജക്റ്റാണിത്. 50 വർഷം. ഇനി മാസങ്ങളില്ല, ആഴ്ചകളില്ല, ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ബൈപ്പാസ് തുറന്നു കൊടുക്കാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. താങ്ക് യു ഓൾ. ഈ ബ്രിഡ്ജിൻ്റെ 42 ഗിർഡേഴ്സും സുരക്ഷിതമായി സ്ഥാപിച്ച വീഡിയോ ആയിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തത്. അതിനുശേഷമുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് കാണാം. വീഡിയോ മുഴുവനായി കാണുക. 3 സ്പാനുകളുള്ള ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിനെ 6 സെക്ഷനുകളായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. 5ാമത്തെ സെക്ഷൻ്റെ കോൺക്രീറ്റിന് വേണ്ടി ഫ്യൂഷൻ ബോണ്ടഡ് എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാറുകൾ നിരത്തിയത് ഇവിടെ കാണാം. ഇത് 5ാമത്തെ സെക്ഷനാണ്. ഇനി ഈ 2 സെക്ഷനുകളാണ് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. എത്ര ലെയർ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ ആ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീലുകൾ ഗിഡേഴ്സിൻ്റെ മുകളിലുള്ള ഇരുമ്പ് ആണികളുമായി കൂട്ടി യോജിപ്പിച്ചതും ഇവിടെ കാണാം. വാവ്, എത്ര ലെയർ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീലാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാം. 5ാമത്തെ സെക്ഷൻ്റെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ക്യൂറിംഗ് സ്റ്റേജിലാണ്. രാവും പകലുമാണ് ഈ ജോലിക്കാർ ഇവിടെ പണി ചെയ്യുന്നത്. ഇനി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ള ലാസ്റ്റ് സെക്ഷനാണിത്. ഇവിടുത്തെ കോൺക്രീറ്റിങ്ങിനായിട്ടുള്ള വർക്കുകൾ നടക്കുകയാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീലുകളൊക്കെ നിരത്തി കഴിഞ്ഞു. ഇന്ന് രാത്രിയാണ് അവർ കോൺക്രീറ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സീനിയർ ഒഫീഷ്യൽസിൻ്റെ സൂപ്പർവിഷനിൽ കോൺക്രീറ്റ് ലാസ്റ്റ് സെക്ഷൻ്റെ കോൺക്രീറ്റ് ഇവിടെ നടക്കുകയാണ്. മിക്കവാറും എല്ലാ കോൺക്രീറ്റ് വർക്കുകളും രാത്രിയാണ് ഇവർ ചെയ്യുന്നതായി കണ്ടത്. അത് രാവിലെ വരെ നീണ്ടു പോകാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ലാസ്റ്റ് സെക്ഷൻ്റെ കോൺക്രീറ്റിംഗും കഴിഞ്ഞു. പിറ്റേന്ന് കാലത്ത് ഞാനെടുത്ത വിഷ്വൽസാണ് ഇതൊക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഓവർ ബ്രിഡ്ജ് മാത്രമല്ല മാഹി റെയിൽവേ ഓവർ ബ്രിഡ്ജ്. കേരളത്തിലെ സ്ക്യൂ ആംഗിൾ ഏറ്റവും വലിയ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കൂടിയാണ് മാഹി റെയിൽവേ ഓവർ ബ്രിഡ്ജ്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് പറഞ്ഞു തരാം. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്യൂ ആംഗിൾ ബ്രിഡ്ജാണ്. കാണാം നമുക്ക്. ബ്രിഡ്ജിന് ക്രോസ് ആയിട്ടല്ല ഇതിൻ്റെ താഴെയുള്ള റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. ഒരു ആംഗിളായിട്ടാണ്, അല്ലെങ്കിൽ റെയിൽവേ ലൈനിന് ഒരു ആംഗിളായിട്ടാണ് ഈ ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. അങ്ങനെയുള്ള ബ്രിഡ്ജുകളെ സ്ക്യൂ ആംഗിൾ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്യൂ ആംഗിൾ ബ്രിഡ്ജ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നമുക്ക് കാണാം എല്ലാ ഗ്രിഡേഴ്സും ഒരു ആംഗിളായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പാലങ്ങളുടെ കൺസ്ട്രക്ഷനും
മറ്റ് സാധാരണ പാലങ്ങളിൽ നിന്നും വിഭിന്നമാണ്, ഒരു ടഫുമാണ്. പില്ലറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചതും ഒരു ആംഗിളായിട്ടുള്ളത് നമുക്കിവിടെ കാണാം. പാലത്തിൻ്റെ താഴെ കൂടി ഒരു ട്രെയിൻ കടന്നു പോവുകയാണ്. ടാറിങ്ങിനുള്ള പ്രാരംഭ നടപടികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. വാട്ടർ പ്രൂഫിംഗ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറിംഗ് വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. റോഡ് പേവർ പുള്ളിയുടെ വർക്ക് തുടങ്ങി. റോഡ് റോളർ, സൈഡ് വാളും കുറേയൊക്കെ റെഡിയായി കിടക്കുന്നത് ഇവിടെ കാണാം. ന്യൂമാറ്റിക് ടയർ റോളർ, സൈഡിലുള്ള വാക്ക് വേ. റെയിൽവേയുടെ സൈഡ് വാൾ സ്വതവേ കുറേ ഹൈറ്റ് കൂടുതലാണ്. ടാറിംഗ് വർക്കുകൾ ഇവിടെ തകൃതിയായി നടക്കുകയാണ്. റോഡ് പേവറും റോഡ് റോളറും ഇവിടെ ആക്ഷനിൽ നമുക്ക് കാണാം. ഇതാണ് ടാറിംഗ് കഴിഞ്ഞ മാഹിയിലെ റെയിൽവേ ഓവർ ബ്രിഡ്ജ്.